ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെ നമുക്ക് ഒന്നിച്ചേർന്ന് കർത്താവിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനായി ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ തുറന്നു വരുന്ന വചന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. 99-ാം സങ്കീർത്തനം 6-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പ്രത്യാശയോടെ ഏറ്റുപറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ, അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മൾ ആരാധിക്കുന്ന സേവിക്കുന്ന നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വലിയ തിരിച്ചറിവോടെ ഈ ശുശ്രൂഷയിൽ ഉടനീളം ദൈവാത്മാവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം വെളിപ്പെടുവാനും അനുഭവിക്കുവാനുമായി ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ മഹത്വമേറിയ തേജസ്സിന്റെ തണലിൽ ആയിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കുക. വളരെ പ്രത്യാശയോടെ നമ്മൾ കർത്താവിന്റെ വാക്കുകളുടെ മുൻപിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ മണിക്കൂറുകളിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. ദൈവശക്തി നമ്മളായിരിക്കുന്ന മേഖലകളിൽ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുവാനും വെളിപ്പെടുവാനുമായി പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഹൃദയത്തോടെ ഏറെ വിശ്വാസത്തോടെ ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ, നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണ്. ഒരു നിമിഷം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓ പൊന്നു കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി ഈ സമയം വ്യാപരിക്കണമേ. ഈ ശുശ്രൂഷയിലുടനീളം ദൈവാത്മാവിന്റെ സജീവമായ സാന്നിധ്യം വ്യാപരിക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും വലിയ ബോധ്യത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കുക. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ ഭവനങ്ങളിലേക്കും വിശുദ്ധിയുടെ ആത്മാവായി ചലിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. അധികമായ അളവിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ അത്ഭുത ശക്തി അനേകം ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ദൈവമക്കളെ, വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവെ പ്രവർത്തിക്കണമേ. ഓരോ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കണമേ. സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കേ. അവന്റെ അത്ഭുത നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. എല്ലാ അശുദ്ധിയുടെ ബന്ധനങ്ങളും എല്ലാ മാലിന്യത്തിന്റെ കെട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര പോരുകൾ യേശുവിന്റെ നാമത്തിൽ കത്തി ചാമ്പലാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ പൂർണ്ണമായ കർത്തൃത്വം അവർ ഏറ്റെടുക്കണമേ. ദൈവമക്കളെ, കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയാൽ നിറയണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ വ്യാപരിച്ചതുപോലെ, വിശുദ്ധാത്മാക്കളെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവേ ഈ മണിക്കൂറുകളിൽ ദൈവവചനത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എല്ലാ ദൈവമക്കളും ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാനായി പോകുന്നത് വിശുദ്ധിക്കുള്ള പ്രതിഫലത്തെ കുറിച്ചാണ്. വിശുദ്ധിക്കും വിശുദ്ധ ജീവിതത്തിനും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു ലോക വ്യവസ്ഥിതിയിലാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ ഒരു വിശുദ്ധ ജീവിതം നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്.
ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്, കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ വ്യാപരിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും കർത്താവിനെ കാണുവാനോ കേൾക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. ഈ വചനം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പ്രിയ ദൈവമക്കളെ, വിശുദ്ധിക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ ലോകം പറയും, എന്തിനാണ് വിശുദ്ധ ജീവിതം, വിശുദ്ധിക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. ഇങ്ങനെ ദൈവത്തെ വിളിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്. എന്തിനാണ് ദൈവത്തിന്റെ ആവശ്യം? ദൈവമില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാം. ദൈവം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ ശല്യക്കാരനാണ്. ദൈവത്തെ ഒരു ശല്യക്കാരനായിട്ടാണ് അനേകം വ്യക്തികൾ കാണുന്നത്. എന്നാൽ വചനം പറയുക, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ഏതൊരു വ്യക്തി തന്നെ കാത്തു സൂക്ഷിക്കുന്നുവോ ആ വ്യക്തിക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരൊക്കെ വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കുന്നുവോ, അതിനുവേണ്ടി കഷ്ടം സഹിക്കുന്നുവോ, അതിനുവേണ്ടി ത്യാഗമെടുക്കുന്നുവോ, അതിനുവേണ്ടി ചില നഷ്ടങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുവോ, അപ്രകാരമുള്ള വ്യക്തികൾക്കെല്ലാം വലിയ പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഇന്നേ ദിവസം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ കാണുവാൻ പറ്റും, ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായത്തില് അവിടെ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് മരണാസന്നനായി തന്റെ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ഈ സമയത്ത് തന്റെ മക്കളെയെല്ലാം അപ്പനായ യാക്കോബ് തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. യാക്കോബ് ഓരോ മക്കളുടെയും പേര് ചൊല്ലി വിളിച്ചു. റൂബ, ശിമയോനെ, ലേവി, ജോസഫ്, ബെഞ്ചമിനെ, നാപ്തലി, ഓരോ മക്കളുടെ പേര് വിളിച്ചു. ഈ മക്കളെല്ലാം അപ്പന്റെ കിടക്കയ്ക്കരികിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. വചനം പറയുന്നുണ്ട്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. യാക്കോബിന്റെ ജീവിതത്തിൽ മക്കൾ ഒരു അനുഗ്രഹമായിരുന്നു. അവന്റെ കിടക്കയ്ക്ക് ചുറ്റും അനുഗ്രഹത്തിന് ഒലിവ് തൈകൾ പോലെ ഈ മക്കളെല്ലാം ചേർന്ന് നിൽക്കുകയാണ്. അവരെ ഇസ്രായേലിന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ആലോചനകൾ ഒരു അപ്പൻ എന്ന നിലയിൽ യാക്കോബ് വെളിപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ പിതാക്കന്മാരെ, പ്രിയ അപ്പച്ചന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തുന്ന അഭിഷിക്ത പാത്രങ്ങളായി ഓരോ പിതാക്കന്മാരും മാറുവാൻ സ്വർഗത്തിലെ ദൈവം അതിയായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ യാക്കോബ് ഓരോ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ദൂതുകൾ തന്റെ മക്കൾക്കായി ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ മക്കളും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 5-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ പറ്റും, ശിമയോനും ലേവിയും അപ്പന്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് അപ്പന്റെ കിടക്കയ്ക്കരികിലേക്ക് വന്നു. എന്നാൽ പൂർവ്വ യാക്കോബ് അവരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ, അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹത്തിന് പകരം ലേവിയുടെ ജീവിതത്തിൽ വലിയ തകർച്ചയും നാശവുമാണ് അവൻ ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞത്. മറ്റ് സഹോദരന്മാരെല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ശിമയോനും ലേവിക്കും ലഭിച്ചത് അപ്പനിൽ നിന്ന് അനുഗ്രഹമല്ല, മറിച്ച് തകർച്ചയായിരുന്നു. എന്നാൽ ലേവിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു അനുഭവം ലേവിയുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുകയാണ്. മറ്റ് സഹോദരന്മാരെല്ലാം ലേവിയെ നോക്കിക്കൊണ്ട് കളിയാക്കി. പലരും പറഞ്ഞു കാണാം, അപ്പനെ കരയിപ്പിച്ചവൻ, നിനക്ക് അനുഗ്രഹം വാങ്ങാൻ പറ്റിയില്ലല്ലോ, നീ കുടുംബത്തിന് പേരുദോഷം വരുത്തിയവനാ, നീ അപ്പന്റെ പേരിന് കളങ്കം വരുത്തിയവനാ, നീ നമ്മുടെ കുടുംബത്തിന് അപമാനം വരുത്തിയവനെന്ന് പറഞ്ഞ് മറ്റ് സഹോദരന്മാരെല്ലാം അപ്പന്റെ മുൻപിൽ വെച്ച് ലേവിയെ ചിലപ്പോൾ പരിഹസിച്ച് കാണാം.
എന്നാൽ ഈ പരിഹാസങ്ങളും ഈ നിന്ദനങ്ങളും ഈ അപമാനങ്ങളെല്ലാം ലേവിക്ക് ലഭിച്ചപ്പോൾ ലേവി ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ എന്റെ ജീവിതം പഴയതുപോലെ ആയിരിക്കുകയില്ല. ഒരു പുതിയ ജീവിതത്തിനായി, ഒരു പുതിയ തുടക്കത്തിനായി ലേവി തീരുമാനമെടുക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ചില പരാജയങ്ങള്, ചില തകർച്ചകള്, ചില കഷ്ടതകള്, ചില ദുരിതങ്ങള് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ആകമാനം മാറ്റിമറിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പരാജയം, തകർച്ച വരുമ്പോൾ നമുക്ക് ഭാരമുണ്ടാകാം. പിന്നീട് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട്, ഈ പരാജയങ്ങളും തകർച്ചകളും കഷ്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേഷം മാറി വന്ന അനുഗ്രഹങ്ങളായിരുന്നുവെന്ന്. അപ്രകാരം ബോധ്യമുള്ള ദൈവമക്കൾ ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ സ്വരമുയർത്തി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക. ലേവിയുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായി. അവന്റെ ജീവിതം ആകമാനം മാറി മറിയുകയാണ്. അവനൊരു പുതിയ തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് ലേവിക്ക് ഈ അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ പറ്റാതെ പോയത്? അതിന്റെ കാരണം വിശുദ്ധ വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 34 അധ്യായത്തിലോട്ട് വരുമ്പോൾ യാക്കോബിനുണ്ടായിരുന്ന ഒരേയൊരു മകൾ, അവളുടെ പേരാണ് ദീന. 12 ആങ്ങളമാർക്ക് ഒരേയൊരു പൊന്നോമന പെങ്ങള്. അവള് ആ നാട്ടിലെ സ്ത്രീകളെ സന്ദർശിക്കുവാനായിട്ട്, ആ കാനാൻ നാട്ടിലെ സ്ത്രീകളെ സന്ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഹോമോർ എന്ന് പറയുന്ന ഒരു ആ നാട്ടിലെ വലിയ പ്രഭുവാണ്. ആ പ്രഭുവിന്റെ മകനായ ഷെഖേം അവളെ പിടിച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. അവളെ ദുരുപയോഗിക്കുകയാ, അവളുടെ വിശുദ്ധിക്ക് കളങ്കം വരുത്തുകയാ. എന്നാൽ ഈ ഷെഖേം ദീനയോട് ഒട്ടിച്ചേർന്നിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി സ്വീകരിക്കുവാൻ ഈ പ്രഭുകുമാരൻ അതിയായി ആഗ്രഹിക്കുകയാണ്. എന്നാൽ യാക്കോബിന്റെ മക്കള്, പ്രത്യേകിച്ച് ലേവിയും ശിമയോനും വളരെ തന്ത്രപൂർവം അവരോട് പെരുമാറി. അവര് പറഞ്ഞു, പരിച്ഛേദനം സ്വീകരിക്കാതെ ഞങ്ങളുടെ സഹോദരിയെ നിനക്ക് ഭാര്യയായി ഞങ്ങൾ തരികയില്ല. ഓ, ദീനയെ ഭാര്യയായി കിട്ടുവാനുള്ള ആഗ്രഹം കൊണ്ട് ശെഖേം എന്ത് ചെയ്തെന്നറിയോ? അവൻ എന്തിനു റെഡിയായി. അങ്ങനെ ഹെബ്രായക്കാരുടെ സംസ്കാരപ്രകാരം, വിശ്വാസപ്രകാരം അവരും യാക്കോബിന്റെ കുടുംബത്തോട് പങ്കുചേരാൻ വേണ്ടി പരിച്ഛേദനം സ്വീകരിച്ചു. ഈ പരിച്ഛേദനം സ്വീകരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ വേദന കൊണ്ട് ഇവര് കിടന്നുറങ്ങുന്ന സമയത്ത്, തളർന്ന് വേദനിച്ചുറങ്ങുന്ന സമയത്ത് ലേവിയുടെ നേതൃത്വത്തിൽ ഇതാ ശിമയോനും മറ്റുള്ളവരെ ചേർന്ന് ഇവരെ വധിക്കുകയാ, കൊന്നൊടുക്കുകയാ. അവരുടെ വസ്തുവകകളെല്ലാം അവർ കൊള്ളയടിക്കുകയാണ്. അങ്ങനെ അപ്പനായ യാക്കോബിനെ ആ നാട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ലേവിയുടെ പെരുമാറ്റം കുടുംബത്തിന് തന്നെ കളങ്കത്തിന് കാരണമായി. ഈ പ്രവൃത്തി മൂലം അപ്പനായ യാക്കോബിൽ നിന്ന് അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ലേവിക്ക് കഴിഞ്ഞില്ല. ലേവി ഒരു മഹാ മുൻകോപിയായിരുന്നു. നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു തീവ്രവാദി, അങ്ങനത്തെ ടൈപ്പായിരുന്നു ലേവി. ഇന്നുമുണ്ട് പല കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ലേവിമാര്. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. എന്നാൽ ഈ തകർച്ച, അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ കഴിയാതെ പോയ ഈ തകർച്ചയും പരാജയം ലേവിയുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരീകരണം വരുത്തിയെന്ന് പിന്നീട് നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. അങ്ങനെ നാളുകളും വർഷങ്ങളും കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. യാക്കോബിന്റെ മക്കള് ഈജിപ്തിൽ പെറ്റുപെരുകാൻ തുടങ്ങി. 10,000-ങ്ങളായി, ജനലക്ഷങ്ങളായി. അങ്ങനെ 430 വർഷക്കാലം ഇസ്രായേൽ ജനം ഫറവയുടെ അടിമത്വത്തിൽ കഴിഞ്ഞു. ഈ അടിമത്വം ഭരണം മൂലം ഇസ്രായേൽ ജനം അവരെ ഒരു ദൈവീകമായ വിടുതലിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ കർത്താവേ, ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ നിലവിളി കേട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവം അവരെ പോലുള്ളൊരു പ്രവാചകൻ അഭിഷേകം ചെയ്ത് ഉയർത്തി. അവന്റെ പേരായിരുന്നു മോശ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദാന നാട്ടിലേക്ക്, കാനാൻ ദേശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഒന്നിനും കുറവില്ലാത്ത വിധം രാത്രി അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി, കരിമ്പാറ കൂട്ടങ്ങളിൽ നിന്ന് ദാഹജലം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം നയിക്കുകയാണ്. അങ്ങനെ നാളുകൾ ഒത്തിരി കടന്നുപോയി. ഒരു ദിവസം കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. മോശേ, എന്റെ ജനത്തിന് ഞാൻ ചില കൽപ്പനകൾ കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഈ കൽപ്പലകകൾ വാങ്ങുവാനായി നീ സീനായ് മലമുകളിലേക്ക് കയറി വരിക. കർത്താവിന്റെ സ്വരം അനുസരിച്ച് മോശ അവൻ സീനായ് മലമുകളിലേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോശയെ
കാണാത്തത് കൊണ്ട് ദൈവത്തിന് സ്വന്തം ജനമായ ഇസ്രായേല് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞെന്നറിയോ? പുറപ്പാടിന്റെ പുസ്തകം 32 അധ്യായം 1 തിരുവചനത്തിൽ വചനം പറയാം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ ജനം അഹരോനും ചുറ്റും കൂടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരുണ്ടാക്കി തരിക. മറ്റുള്ള ജനതകളെ നയിക്കുവാൻ ദേവന്മാരുള്ളതുപോലെ ഞങ്ങളെയും നയിക്കുവാൻ ദേവന്മാരുണ്ടാക്കി തരിക. ഇസ്രായേലിന് ദൈവത്തെ അവർ മറന്നു. ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ പരിപാലന, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സംരക്ഷണം എല്ലാം മറന്നുകൊണ്ട് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിന് സ്വന്തം ജനമായ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് ദേവന്മാരുണ്ടാക്കി തരിക. ഇസ്രായേൽ ജനത്തിന്റെ വാക്കുകളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അഹരോൻ എന്തു ചെയ്തു എന്നറിയോ? അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വർണവും വെള്ളിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസിച്ച് ഇസ്രായേൽ ജനം സ്വർണവും വെള്ളിയെല്ലാം കൊണ്ടുകൊടുത്തു. ഇതെല്ലാം ഉരുക്കി ഒരു മൂശയിലോട്ട് ഉരുക്കി ഒരു കാളക്കുട്ടിയെ അവർ വാർത്തെടുത്തു. 4-ാം തിരുവചനത്തിൽ പറയാ, ഈ കാളക്കുട്ടിയെ വാർത്തെടുത്തു കഴിഞ്ഞപ്പോൾ ഈ കാളക്കുട്ടിയെ നോക്കിക്കൊണ്ട് ദൈവത്തിന് സ്വന്തം ജനമായ ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു, ഓ ഇസ്രായേലേ, ഈ കാളക്കുട്ടിയാണ് നമ്മെ ഈജിപ്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന ദേവൻ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവർ ആ കാളക്കുട്ടിക്ക് കൊടുത്തു. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക. പ്രിയ സഹോദര, ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ എന്തോരം നന്മകൾ ചെയ്തു, എത്രമാത്രം പരിപാലനയും കരുതലും അനുഭവിച്ചവനാ നീ. പ്രിയ സഹോദരി, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കാരുണ്യം ആവോളം അനുഭവിച്ചവളാ നീ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഈ കരുതലും പരിപാലനയും മറന്ന് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ലോകത്തിന് ഇമ്പങ്ങൾക്കും ലോകത്തിന് വസ്തുക്കൾക്കും കൊടുത്ത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് ഏറ്റവും ദുഃഖകരമായൊരു വസ്തുതയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം അവര് വന്ന വഴി മറന്നുപോയി. ദൈവമക്കളെ, നമ്മൾ ആരും വന്ന വഴി മറക്കരുത്. ഇന്ന് നമുക്ക് അനേകർക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ വന്ന വഴി മറക്കുക. നമ്മുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ട് കർത്താവ് നമ്മളെ മാനിച്ച് ഉയർത്തി കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവവചനം വേണ്ട, ശുശ്രൂഷകൾ വേണ്ട, കുദാശകൾ വേണ്ട, പിന്നെ എന്ത്? എനിക്കെല്ലാമായി, ഇഷ്ടം പോലെ സമ്പത്തായി, സ്വാധീനമായി, നേട്ടങ്ങളായി, നന്മകളായി, ഇനി എന്തിന് ദൈവത്തിന്റെ ആവശ്യം? വന്ന വഴി മറന്ന് ദൈവത്തോട് മറുതലിക്കുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണുവാൻ പറ്റും. അവർക്ക് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, അവരൊന്നും അധികം മുന്നോട്ട് പോവില്ല. അപ്രകാരം ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് ഗ്ലോറി കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇത് ഇസ്രായേൽ ജനത്തിന് മാത്രമായിട്ടുള്ള ഒരു മുന്നറിയിപ്പല്ല. എന്തിനാണ് ഈ സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്, എന്നാൽ നമുക്കൊരു പാഠമാകുവാൻ ഇവയെല്ലാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു പാഠമാകുവാൻ. പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മ പറയുകയാണ്, നമുക്കൊരു പാഠമാകുവാൻ ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ആരും വന്ന വഴി മറക്കരുത്. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ വന്ന വഴി മറക്കരുത്, ദൈവത്തോട് മറുതലിക്കരുത്. ഇസ്രായേൽ ജനത്തിനും ലേവി ഗോത്രത്തിനും എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത ആഴ്ചയിലെ വചന ശുശ്രൂഷയിൽ നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം. ഇന്ന് നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ അഭിഷേകമായി കത്തിപ്പടരുവാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ വിശുദ്ധിയെ ധരിക്കുക, കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. അങ്ങനെ ഈ തലമുറയിൽ അവൻ്റെ സാന്നിധ്യമായി പ്രകാശിക്കുക. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യത്തിൻ ബലിവേദി
ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ നമ്മോടു കൂടെ വസിക്കാൻ എന്നാത്മനാഥനമീശോ ഈ പാവന കൂദാശ തന്നിൽ. തിരുവോസ്തിരൂപനായ കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായ അളവിൽ നമുക്ക് അനുഭവിക്കാം. ഏറെ പ്രത്യാശയോടെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വഴി നടത്തി വിശുദ്ധിക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച്, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവവചനത്തോടുള്ള അനുസരണത്തെ പ്രതി നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ തിരുവചനമെല്ലാം അഭിഷേകമായി വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനേകം ദൈവമക്കള് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പാപത്തിന്റെ വഴിയിൽ, ലോകത്തിന്റെ വഴിയിൽ, അശുദ്ധിയുടെ വ്യാപാരങ്ങളിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്രകാരമുള്ള ജീവിതങ്ങളെയെല്ലാം ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തി മുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നെ അറിയാതെ, നിന്റെ വചനത്തിന് വിരുദ്ധമായി, നിന്റെ സ്നേഹത്തോട് മറുതലിച്ച് ജീവിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കായി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചെങ്കടലിനെ വിഭജിച്ച ശക്തി, ജെറിക്കോ കോട്ടയെ തകർത്ത് കളഞ്ഞ അതേ ശക്തി, ആ സെയിം പവർ, ആ സെയിം അനോയിന്റിംഗ്, ജോർദാനെ വിഭജിച്ച അതേ ശക്തി ഈ സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അധികമായ അളവിൽ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇത് അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. അശുദ്ധിയുടെ ബന്ധനങ്ങളെ കർത്താവ് തകർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ മാലിന്യങ്ങളിലേക്കും അവന്റെ സാന്നിധ്യം വെളിപ്പെട്ട് അതെല്ലാം കത്തി ചാമ്പലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി നുറുക്കത്തോടെ പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവായി, വിശുദ്ധിയുടെ അഭിഷേകമായി നമ്മളിൽ വ്യാപരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. യുവജനങ്ങൾ ദൈവരാജ്യത്തിനായി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി വിശുദ്ധീകരിക്കപ്പെടട്ടെ, സഭയ്ക്കായി വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമ്പതികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടട്ടെ. സകല ജീവിതങ്ങളും ദൈവരാജ്യത്തിന് വിസ്തൃതിക്കായി എഴുന്നേൽക്കുമാറ് കർത്താവിന്റെ അഭിഷേകം എല്ലാ മണ്ഡലങ്ങളിലും കത്തി പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി ആത്മാവിന്റെ കൃപാവരങ്ങൾ, നിറയണമേ, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ പുതുശക്തി എല്ലാ ജീവിതങ്ങളിലും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കുടുംബങ്ങളിൽ നിറയട്ടെ, തലമുറകളിൽ നിറയട്ടെ, സഭാ സമൂഹങ്ങളിൽ നിറയട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ആത്മാവേ നന്ദി, പിതാവേ നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി, വിശുദ്ധീകരിച്ചതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് പുതിയ നിയമസഭ. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്.